ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാസ്തയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് നമ്മൾ ഇന്ത്യൻ പാസ്തയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ ഉള്ളതല്ലേ ഇഷ്ടം. പിന്നെ ഇത് വളരെ എളുപ്പമാണ്, അതേസമയം നല്ല സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ട്രൈ കളർ പാസ്തയാണ്. അതായത് 3 കളർ ചേർന്നിട്ടുള്ള ഒരു പാസ്തയാണ്. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള പാസ്തയും കിട്ടും, പല ഷേപ്സിൽ കിട്ടും, പല സൈസസിൽ കിട്ടും. നമുക്ക് ഏതാ ഇഷ്ടമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വാങ്ങാൻ പറ്റും. പാസ്ത നമുക്ക് പല വേരിയേഷൻസിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇന്ന് കാണിക്കണത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണ പോലെയുള്ള ഒരു ഈസി വേർഷനാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാഗിയുടെ മസാല മാജിക്കാണ്. ഇത് വന്നിട്ട് സൗത്ത് ഇന്ത്യൻ ഫ്ലേവറിലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടമാവുമല്ലോ, നമുക്ക് ഏത് ഭാഗത്തെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ സെലക്ട് ചെയ്യാം. ഇതെല്ലായിടത്തും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമവും വേണ്ട. നമ്മൾ സാധാരണ ഉള്ള മാഗി പാക്കറ്റില്ലേ, എല്ലായിടത്തും കിട്ടുന്നതാണത്. അതിനകത്തൊരു ചെറിയ പാക്കറ്റില്ലേ മസാലയുടെ, അത് ഉപയോഗിക്കാം. അപ്പോൾ അതാ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. പാസ്താസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം മാത്രമേ നമ്മൾ പാസ്ത ഇടാൻ പാടുള്ളൂ. ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളയാൻ പോവുകയാണ്. അപ്പം ഞാൻ എന്താ പാസ്തയിലെ വെള്ളം മുഴുവൻ ഈ സ്ട്രെയിനറിലൂടെ കളഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ നോർമലായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ ബട്ടർ ഇടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് എണ്ണയും ഉപയോഗിക്കുക. കുറച്ച് ജീരകം ഇടാം, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അടുത്തത് സവാളയും പച്ചമുളകുമാണ്. ഇത് ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടാം. ഞാൻ കുറച്ച് തക്കാളി എടുക്കുന്നുള്ളൂ, കാരണം എൻ്റെ മക്കൾക്ക് അധികം പുളിപ്പ് ഇഷ്ടമല്ല. ടേസ്റ്റിനനുസരിച്ച് വേണം തക്കാളി ഇടാനായിട്ട്. ഇപ്പോൾ ഒരു കപ്പ് പാസ്ത എടുക്കുകയാണെങ്കിൽ 1 സവാള 2 തക്കാളി അങ്ങനെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ 1 സവാളയും 1 വലിയ തക്കാളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാഷ് ചെയ്യാം. ഞാൻ ഇന്ന് കാണിക്കണത് പ്ലെയിൻ ആയിട്ടുള്ളൊരു വേർഷനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാബേജ്, അതേപോലെ കോളിഫ്ലവർ, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസൊക്കെ നല്ല കോമ്പിനേഷനാണ്. വെജിറ്റബിൾസ് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ബോയിൽ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇടാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് റോ ആയിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലായിട്ടുള്ള ഇടാം. ഇതിട്ടാൽ കുറച്ച് ഒരു കളറൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാഗിയുടെ മസാല മാജിക്കിൻ്റെ ഒരു പാക്കറ്റ് ഇടണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചവാസനയൊക്കെ ഒന്ന് പോയിക്കോട്ടെ. ഞാനിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. സവാള ഇട്ട ശേഷം വേണമെങ്കിലും ഇടാം. ഞാനത് ഇപ്പോഴാണ് ഇടണത്, വിട്ടുപോയി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവർക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും.
ഹോട്ടൽസിലൊന്നും പോയി വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അല്ലേ. 10 മിനിറ്റിൽ നമ്മൾ പാസ്ത റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ വിത്തിൻ സെക്കൻഡ്സ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.